ഈ സെൻസിംഗിൽ ഇതാ ഒരു മൗലിദ് കിതാബിന്റെ പ്രകാശന കർമ്മം. ഏറ്റവും വലിയ മൗലിദ് കിതാബ് 366 വക, 366 വക ഏറ്റവും വലിയ മൗലിദ് കിതാബ്. എന്നിട്ടൊരു മൊയ്ലിയാർ പ്രകാശനം ചെയ്യുന്ന ഫോട്ടോ ഉണ്ട്. ഇതിന്റെ അടിക്കുറിപ്പ് വായിച്ചുതരാം. മൗലിദ് കിതാബ് മർക്കസ് മുദർരിസ് അബ്ദുൽ അസീസ് സഖാഫി KVK ബുഖാരിക്ക് നൽകി പ്രകാശനം ചെയ്യുന്നു. ഇത് ആവശ്യപ്പെടേണ്ട വിലാസം പറയുന്നുണ്ട്. മർക്കസിലെ മുദരിസ പ്രകാശനം ചെയ്യണത്. ഇതില് എവിടെ അടിച്ചത്? ഇത് ആവശ്യപ്പെടേണ്ട സ്ഥലത K മുഹമ്മദ് കുട്ടി ആൻഡ് സൺസ്, നൂറുൽ ഇസ്ലാം പ്രസ്, ബുക്ക് സ്റ്റാൾ, തിരൂരങ്ങാടി. അതേപോലെ വേറെയും ചന്തപ്പടി, ഇങ്ങനെ പലതും കൊടുത്തിട്ടുണ്ട്. ചോദിക്കട്ടെ, നിങ്ങൾ ഇത് അംഗീകരിക്കില്ലെങ്കിൽ എന്തിനത് കൊടുത്തു? അപ്പൊ പറയും പരസ്യല്ലേ. പരസ്യം മാത്രല്ല മുജാഹിദിന്റെ ബുക്കിന്റെ പരസ്യങ്ങൾ കൊടുക്കുവോ? 1. 2, പരസ്യം മാത്രല്ല, നിങ്ങളുടെ കാരന്തൂർ മർക്കസിലെ മുദർരിസാണ് പ്രകാശനം ചെയ്തത്. അറിയോ? ഇവിടെ അലവി സഖാഫി എന്താ ചർച്ചയിൽ പറഞ്ഞത്? ഞങ്ങൾ മർക്കസ് ഇറക്കിയിട്ടുള്ള 5 മൗലിദ് ഇതിൽ ചർച്ചക്കുണ്ടോ? എവിടെ പോയി ബാക്കി നിങ്ങളുടെ ഈ മുദർരിസ് പ്രകാശനം ചെയ്ത ആ സബീനയുടെ 7 366 വക ആ വിഷയത്തിൽ നിങ്ങൾ ചർച്ചക്കുണ്ടോ? നമ്മൾ ആ വിഷയത്തിൽ മുദരിസിന്റെ പേര് പറഞ്ഞിട്ടില്ലെങ്കിലും സംഗതി ഒന്ന് ചോദിച്ചിരുന്നു. അവർ മിണ്ടിയില്ല. ഇല്ലാന്നാ പറഞ്ഞേ അല്ലേ? ആ നിലക്ക് അവർ പ്രതികരിച്ചത്. അപ്പോ ഇവരെ നിങ്ങൾ അംഗീകരിക്കില്ലെങ്കിൽ എന്തിന് പ്രകാശനം ചെയ്തു? അവളെ പേരോട് മുസ്ലിയാക്കൊരു വയന്ന ന്യായം ഉണ്ടായിന്. എന്താ മൂപ്പരത് അങ്ങനെയാണല്ലോ. മൂപ്പര് പറഞ്ഞ് ഈ പ്രകാശനം ചെയ്യണമൊക്കെ ഇപ്പൊ എല്ലാരും വായിച്ചു നോക്കിയിട്ടാണോ പ്രകാശനം ചെയ്യല്? ശരി, ഒരു മുജാഹിദിന്റെ ബുക്ക് എന്നാല് നിങ്ങൾ വായിച്ചു നോക്കിയാണ്ടോ നോക്കാതെയോ പ്രകാശനം ചെയ്യോ? പിന്നെ പേരോടാവും വാക്കുകൾ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. അതിനൊത്തല്ലേ മുമ്പ് ഉയരാൻ കഴിയുള്ളൂ. ഇരിക്കട്ടെ. അപ്പൊ സഹോദരന്മാരെ, അടുത്ത തെളിവ് പിടിച്ചോ. ഇനി കേൾക്കണോ നിങ്ങൾക്ക്? അടുത്ത തെളിവ് എന്താണ്? നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ. മനസ്സുള്ള മുസ്ലിയാക്കന്മാരെ ഞെട്ടും നിങ്ങള്. എന്താ അറിയോ? പേരോട് സഖാഫി കൈയടിച്ചു, അലവി സഖാഫി കൈയടിച്ചു, സാധു റഷീദ് സഖാഫി ബുഖാരിയിലെയും മുസ്ലിമിലെ സംഭവം വെച്ച് ന്യായീകരിച്ചില്ലേ? സാധു ഈ പുസ്തകം നോക്കി കോപ്പി അടിച്ചതാ. എന്താ സംഭവം എന്നറിയോ? ഈ പുസ്തകത്തിൽ ഇതാ ഇയാൾ ഇതിനെ ന്യായീകരിക്കുന്നു. ആര്? നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ ഈ സംഭവം വെച്ചുകൊണ്ട് പറയും. ആദ്യം ഇങ്ങനെ സിദ്ദീഖ് ഉണ്ടോ ഇല്ലേ കേട്ടോളൂ. സുന്നികൾ മുഹീദ്ദീൻ ഷെയ്ഖിന്റെ മൗലിദ്, ഖുതുബിയത്ത്, റാത്തീബ് മുതലായവ നടത്തുന്നു. അതേസമയം പ്രവാചകന്മാർ കഴിഞ്ഞാൽ ഏറ്റവും ഉന്നതനെന്ന് സുന്നികൾ തന്നെ അംഗീകരിക്കുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മൗലിദും മറ്റും നടത്തുന്നുമില്ല. എന്തുകൊണ്ട്? നെല്ലിക്കുത്തിനുള്ള ചോദ്യമാണ്. മൂപ്പര പുസ്തകമാണ് ഫത്താവ, നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ ഫത്താവ വാള്യം 3. ഇതിൽ പറയാൻ പൂങ്കാവനം ബുക്സ് ആണ് ഇറക്കിയത്. അപ്പൊ എന്തുകൊണ്ട് അബൂബക്കർ സിദ്ദീഖിന്റെ മൗലിദ് കഴിക്കണില്ല എന്നാണ് ഉത്തരം. അജ്ഞതയിൽ നിന്ന് ഉടലെടുത്തതാണ് ഈ ധാരണ. സമുദായം ഏറ്റവും കൂടുതൽ ഔന്നിത്യം കൽപ്പിക്കുന്ന അബൂബക്കർ സിദ്ദീഖിന്റെ മൗലിദ് രചിക്കപ്പെട്ടിട്ടുണ്ട്. സുന്നികൾ അത് നിർവഹിക്കുന്നുമുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു മൗലിദ് രചിക്കപ്പെട്ടിട്ടുണ്ട്, സുന്നികൾ നിർവഹിക്കുന്നും ഉണ്ട്. പേരോട് പറഞ്ഞതോ? അങ്ങനെ ആരെങ്കിലും ചൊല്ലിയിട്ടുണ്ടോ അറിയില്ല, ചെയ്തിട്ടുണ്ടോ അറിയില്ല. ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ കൂട്ടിയതാവും. എന്നാ കേട്ടോ, അതിനും മറുപടി വായടപ്പൻ മറുപടി ആര് പറയുന്നു? ഈ മുസ്ലിയാർ പറയുന്നു. ഈ പുസ്തകത്തിന്റെ 286 പേജിൽ കേട്ടോളൂ. എന്താ പറയുന്നത്? സിദ്ദീഖ് മൗലിദിൽ അദ്ദേഹത്തിന്റെ കറാമത്തുകൾ ഇങ്ങനെ വിവരിക്കുന്നു. ശരിക്ക് കേട്ടോളി. പേരോട് തള്ളിയ അലവി സഖാഫി ഈ ചർച്ചയിൽ തള്ളിയ ആ കള്ളക്കഥയെ ഇയാൾ ന്യായീകരിക്കാൻ പോവാണ്. ഈ നെല്ലിക്കുത്ത് മുസ്ലിയാർ ന്യായീകരിക്കുകയാണ്. കേട്ടോ എന്താ പറയുന്നത്? സിദ്ദീഖ് മൗലിദിൽ അദ്ദേഹത്തിന്റെ കറാമത്തുകൾ ഇങ്ങനെ വിവരിക്കുന്നു. തന്റെ ഭർത്താവ് യാത്രയിലായിരിക്കെ ഒരു സ്ത്രീ അവരുടെ ഈന്തപ്പന മരം നിലംപതിച്ചതായി സ്വപ്നം കണ്ടു. ഇതിന്റെ വ്യാഖ്യാനം ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, നിന്റെ ഭർത്താവുമായി നീ ഒരിക്കലും കണ്ടുമുട്ടുകയില്ല. ഇത് കേട്ട സ്ത്രീ കരഞ്ഞുകൊണ്ട് തിരിച്ചു പോകുന്നതിനിടയിൽ സിദ്ദീഖിനെ കണ്ടു. സ്ത്രീയുടെ മനോവേദ കണ്ടറിഞ്ഞ സിദ്ദീഖിന്റെ മറുപടി, നിങ്ങൾ ഇന്ന് രാത്രി തന്നെ ഭർത്താവുമായി സന്ധിക്കുമെന്നായിരുന്നു. വീട്ടിലേക്ക് തിരിച്ച സ്ത്രീ ആ രാത്രി ഭർത്താവുമായി സന്ധിച്ചു. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ട സ്ത്രീ സംഭവങ്ങൾ വിശദീകരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിന്താമഗ്നനായി. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് പറഞ്ഞു, നബിയേ, താങ്കൾ പറഞ്ഞത് സത്യമാണ്. പക്ഷേ സിദ്ദീഖിന്റെ വാക്കുകൾ സത്യമാക്കാൻ അല്ലാഹു ഉദ്ദേശിച്ചു. കാരണം അദ്ദേഹം ഇരു ലോകത്തും പരമസത്യവാനാണല്ലോ
ഇതാണ് ചോദ്യം. എന്നിട്ടോ ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് നബിയുടെ വാക്കുകൾ പുലർന്ന് കാണുന്നതിനേക്കാൾ അള്ളാഹുവിനിഷ്ടം സിദ്ദീഖിന്റെ വാക്കുകൾ പുലർന്ന് കാണലാണ് എന്നല്ലേ? ഇത് നബിയെ അവഹേളിക്കുന്നതല്ലേ? ഇതാണ് ചോദ്യം. മറുപടി എന്താ? സുന്നികൾ അംഗീകരിക്കുന്ന ഒറ്റ മാലയിൽ മതിലില്ല. സുന്നികൾ അംഗീകരിക്കുമെന്ന് രേഖയുണ്ടോ? പേരോണ്ട മറുപടിയല്ല. ഇയാള് പറയാണ് ഇത് ഒരിക്കലും നബിയുടെ സ്ഥാനം ഇടിച്ച് താഴ്ത്തലും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ റസൂലിന്റെ മീതെ പ്രതിഷ്ഠിക്കലും അല്ല. പിന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സ്ഥാനം ഉയർന്നതാണെന്ന് ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കുവാൻ അള്ളാഹു ചെയ്ത ഒരു കാര്യമാണത്. മുസ്ലിയാക്കന്മാരെ, അപ്പുറത്ത് വന്നിട്ടുള്ള അത്തരം ഈ മൗലിദിനെ കുറിച്ച് തെറ്റിദ്ധരിച്ചിട്ടുള്ള സഹോദരന്മാരെ, പഠിച്ചോ നിങ്ങള്. ഏതാ സുന്നത്തിയുമായിട്ട് അലവി സഖാഫി പറഞ്ഞതോ, റഷീദ് കുറ്റ്യാടി പറഞ്ഞതോ, പേരോട് പറഞ്ഞതോ, നെല്ലിക്കുത്ത് പറഞ്ഞതോ ഏതാ ശരി? ഇതിനെയാണ് നേരത്തെ അലവി സഖാഫി കള്ളക്കഥകളാണെന്ന് പറഞ്ഞ് തള്ളിയത്. പേരോട് ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞത്. ഞങ്ങൾ അംഗീകരിക്കുമെന്ന് രേഖയുണ്ടോ എന്ന് ചോദിച്ചത്. ഉണ്ട് പേരോടെ, ഉണ്ട്, രേഖയുണ്ട്. ഒന്നല്ല, അതിലധികം രേഖകളുണ്ട്. അത് സമർപ്പിച്ചുകൊണ്ടാണ് ഈ പറയുന്നത്. കഴിഞ്ഞില്ല, ഇനിയും ഇതിനെ ന്യായീകരിക്കുകയാണ്. എന്നിട്ട് പറയാണ്, കാരണം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്ഥാനം ലഭിച്ചത് തന്റെ നബിയെ അംഗീകരിച്ചത് കൊണ്ടാണ്. അവിടുത്തെ കൂട്ടുകെട്ടുകൊണ്ടും അവിടുന്ന് പറയുന്ന ഏത് കാര്യത്തെയും യാതൊരു സംശയത്തിനും വകവെക്കാതെ വിശ്വസിച്ചത് കൊണ്ടുമാണ്. അപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സ്ഥാനലബ്ധിക്ക് ഹേതുവായ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനം ഈ സംഭവം കൊണ്ട് കുറയുകയില്ലെന്ന് മനസ്സിലാക്കാം. ഇത്തരം സംഭവങ്ങൾ ഹദീസ് ഗ്രന്ഥങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഉദാഹരണമായി അനസ് റളിയല്ലാഹു അൻഹു ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞ് നേരത്തെ റഷീദ് സഖാഫി ന്യായീകരിക്കാൻ ശ്രമിച്ച ആ സംഭവമില്ലേ, ആ സംഭവം ഇയാൾ എടുത്ത് ഉദ്ധരിക്കുന്നു. അപ്പോൾ റഷീദ് സഖാഫിക്ക് എവിടുന്ന് കിട്ടിയതാ? ഇതിന്ന് കിട്ടിയതാണ്. വലിയ മൊയ്ലിയന്മാർ കൊടുക്കുന്ന നോട്ട് നോക്കി പ്രസംഗിച്ച മുസ്ലിയാരെ, ഈ ജാതി അബദ്ധത്തിൽ ചെന്ന് പടുകുഴിയിൽ ചെന്ന് ചാടും നിങ്ങള്. ചാടിയത് രേഖയാണിത്. ആ മുസ്ലിയാരുടെ ബുക്ക് അത് നോക്കി വന്ന് പ്രസംഗിക്ക. എന്നിട്ട് അതിൽ ഈ സംഭവം കൊടുക്കുകയാണ്. പരാതിയുമായി എന്താ പറയുന്നത്? അനസിന്റെ പിതൃ സഹോദരി റുബയ്യ മറ്റൊരു സ്ത്രീയുടെ മുൻപല്ല് പൊട്ടിച്ചു. പരാതിയുമായി നബിയെ സമീപിച്ചപ്പോൾ പ്രതികാരം ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു. ഉടനെ അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹു തന്നെയാണ് സത്യം, റുബയ്യന്റെ പല്ലൊരിക്കലും പൊട്ടിക്കപ്പെടുകയില്ല. ഇത് കേട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി, അനസേ, ഇത് അല്ലാഹുവിന്റെ നിയമമാണ് എന്നായിരുന്നു. പിന്നീട് പ്രതികാരത്തിന് കാത്തു നിന്നവർ മാപ്പ് നൽകി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് ചില അടിമകളുണ്ട്, അവർ ഒരു കാര്യം സത്യം ചെയ്തുകൊണ്ട് ആവശ്യപ്പെട്ടാൽ അല്ലാഹു അവർക്കത് പൂർത്തീകരിച്ചു കൊടുക്കും. ഇതിനോട് സമാനമായ ഒരു ഹദീസ് കൂടി മുസ്ലിം ഉദ്ധരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ഈ സ്വഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലുള്ള സംഭവം വെച്ച് കള്ളക്കഥ എന്ന് പേരോട് പറഞ്ഞ, കള്ളക്കഥ എന്ന് അലവി സഖാഫി പറഞ്ഞ ആ കള്ളക്കഥയെ ന്യായീകരിക്കുന്നു. ഈ സംഭവം ന്യായമല്ല. കാരണം എന്താ? അത് എതിരാവണമെങ്കിൽ എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്ത്രീയോട് പറഞ്ഞെന്താ? എവിടെ? സിദ്ദീഖ് മൗലിദിന്റെ സംഭവത്തിൽ പറഞ്ഞെന്താണ്? പിന്നെ നിന്റെ ഭർത്താവ് ഒരിക്കലും തിരിച്ചു വരൂലെന്നാണ്. സിദ്ദീഖ് പറഞ്ഞ ഇന്നെ തിരിച്ചു വരും എന്നാണ്. അത് രണ്ടും നേരെ എതിരാണ്. എന്നാൽ ഈ പല്ല് പൊട്ടിക്കുന്ന വിഷയത്തിലോ പല്ല് പൊട്ടിക്കാൻ കൽപ്പിച്ചു എന്നാണ്. പൊട്ടിക്കപ്പെടും എന്നല്ല വിശ്വാസം പറഞ്ഞത്. പിന്നെ തിരിച്ച് ഇദ്ദേഹം പറഞ്ഞു പല്ല് പൊട്ടിക്കപ്പെടൂല. അപ്പൊ എതിരാവണമെങ്കിൽ റസൂലുള്ളാഹി എന്ന് പറഞ്ഞ പല്ല് പൊട്ടിക്കപ്പെടും എന്ന് പറയണം. പറഞ്ഞിട്ടില്ല, പല്ല് പൊട്ടിക്കാൻ കൽപ്പിച്ചു എന്നാണ്. കൽപ്പനയിൽ എവിടെ കൂട്ടരെ സിദ്ഖും കദിബും വരുന്നത്? എവിടെ വരുന്നത്? സാധാരണ ഇവിടെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ ഓർമ്മ എന്ത്? നീ പിന്നെ പോയി ചായ കുടിച്ചു വാ എന്ന് കൽപ്പിച്ചാൽ ആ വ്യക്തി കുടിച്ചാലും ഇല്ലെങ്കിലും ഞാൻ പറഞ്ഞത് ശരിയാവോ തെറ്റാവോ? ഇല്ലല്ലോ. അതുകൊണ്ട് ഈ ഹദീസ്, ഈ സംഭവം അതിന് രേഖയല്ല. എന്നിട്ട് പോലും ഇത് വെച്ചുകൊണ്ട് ഈ കള്ളമാരെ ന്യായീകരിക്കുന്നുവെങ്കിൽ പ്രിയമുള്ള സഹോദരന്മാരെ, ആ ജാതി മുസ്ലിയാക്കന്മാരുടെ പിന്നാലെ പോവണോ നമ്മളെന്ന് നിങ്ങൾ ആലോചിക്കുക. ഇനിയോ ഈ ചർച്ചയുടെ മറ്റൊരു ഫലം എന്തായിരുന്നു അറിയോ? ജഅല മുഹമ്മദ് മൗലിദ്. ആ മൗലിദിൽ കുറെ കാര്യങ്ങൾ ഇവർ തള്ളുന്നതുണ്ട് എന്നാ, സ്വീകരിക്കാൻ പറ്റാത്തുണ്ട് എന്നാണ്. എന്തൊക്കെയാണ് ഇതിന് ഉദാഹരണം എന്നറിയോ? നല്ല രസകരമായ ഉദാഹരണങ്ങളാണ്. എന്താണ് ഇയാൾ പറയുന്നത്? ഈ സിദ്ദീഖ്